ബേസിക് അക്കൗണ്ടിംഗ് ടേംസിലെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ അസറ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അസറ്റ് ഒരു കമ്പനിയുടെ ആസ്തികളെയാണ് നമ്മൾ അസറ്റുകൾ എന്ന് പറയുന്നത്. അസറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്. അസറ്റുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനെ വീണ്ടും നമ്മൾ നാലായിട്ട് പറയുന്നുണ്ട്: ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അസറ്റുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നത് കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളെ വീണ്ടും നാലായിട്ട് തരംതിരിക്കുന്നു: ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിനെ മറ്റൊരു പേര് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ് എന്നും പറയാറുണ്ട്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും കറണ്ട് അസറ്റ് അല്ലാത്തൊരു പേര് ഉപയോഗപ്പെടുത്താറില്ല. പക്ഷേ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട്. ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് പറയും. എന്താണ് കറണ്ട് അസറ്റ് എന്ന് നോക്കാം. അസറ്റ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, ജനറലി 1 year ഓഫ് ടൈം. ഒരു വർഷത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 yearനുള്ളിൽ ലിക്വിഡ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ആ കറണ്ട് അസറ്റുകൾക്ക് എക്സാമ്പിൾസാണ് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മളെ കയ്യിലുള്ള ക്യാഷ്, അതേപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, കമ്പനിയുടെ പേരിലുള്ള ബാങ്ക് ബാലൻസ്, അതേപോലെ ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ, അതായത് കമ്പനിക്ക് കിട്ടാനുള്ള പണം. ദെൻ സ്റ്റോക്ക്, കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, കമ്പനി എന്തെങ്കിലും പ്രീപെയ്ഡ് ആയിട്ട് എക്സ്പെൻസുകൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം കറണ്ട് അസറ്റുകൾക്ക് എക്സാമ്പിളാണ്. രണ്ടാമത്തെ അസറ്റാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്, അതായത് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയും. ദോസ് അസറ്റ്സ് ആർ അക്വയർഡ് ഫോർ ലോങ് ടേം യൂസ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ ലോങ് ടേമിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ആസ്തികളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് പോലുള്ള അസറ്റുകൾ. അപ്പോൾ അസറ്റുകൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് കറണ്ട് അസറ്റ്, രണ്ടാമത്തേത് ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1 year വരെ ഉപയോഗപ്പെടുത്തുന്ന അസറ്റുകൾ, അതായത് 1 yearനുള്ളിൽ ലിക്വിഡ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ലോങ് ടേമിലേക്ക് ഉപയോഗിക്കുന്ന ആസ്തികളെയാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് 4 ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ടാഞ്ചിബിൾ അസറ്റ്. അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്. അതായത് സാധാരണ നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് കാണാൻ പറ്റും, അതേപോലെ സ്പർശിക്കാനും പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഫിക്സഡ് അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മൾ ടാഞ്ചിബിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത എന്നാൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ചില റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്നാൽ നമുക്കത് ഫിസിക്കലി എക്സിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് കാണാനോ തൊടാനോ നമുക്ക് പറ്റില്ല. അത്തരത്തിലുള്ള അസറ്റുകൾക്ക് എക്സാമ്പിളാണ് പേറ്റൻറ്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് വാല്യൂ ഉണ്ടോ? നമ്മളൊരു ടാഞ്ചിബിൾ അസറ്റ് പോലെ, ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെ ഒരു വാല്യൂ പേറ്റൻറ്റിനും ഗുഡ് വില്ലിനും ട്രേഡ് മാർക്കിനൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്.
ഇന്ദുലേഖ എയർ ഓയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ദുലേഖ എന്ന് പറയുന്ന മാക്സൺസ് എന്ന് പറയുന്ന ഒരു കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു. അവരുടെ ഒരു ട്രേഡ് മാർക്കായിരുന്നു, ബ്രാൻഡ് നെയിമായിരുന്നു ഇന്ദുലേഖ എന്ന് പറയുന്നത്. ആ കമ്പനി അവർ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിറ്റത് ഏകദേശം 200 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ നിന്ന് ഇതുവരെ വിറ്റുപോയ ഏറ്റവും വാല്യൂ ഉള്ള ഒരു ബ്രാൻഡിൽ പെട്ടതാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് വിറ്റ ഏറ്റവും കൂടിയ വാല്യൂ ഉള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ഗോദ്രേജ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ദുലേഖയായി. അപ്പോൾ അവർ വിറ്റത് അവരുടെ കമ്പനിയോ അവരുടെ സ്ഥലമോ ഒന്നുമല്ല, ആ ഒരു പേരാണ്, ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഗുഡ് വില്ലും ട്രേഡ് മാർക്കൊക്കെയാണ് അവർ വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. മൂന്നാമത്തേതാണ് വേസ്റ്റിംഗ് അസറ്റ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ്. ഇപ്പോൾ മൈൻ, ഓക്കെ, കുഴിച്ചെടുക്കുന്ന സ്ഥലം, അതേപോലെ ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് ക്വാറി ഒരു കമ്പനിക്കുണ്ട്. ആ കമ്പനി അതൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്ന ആസ്തികളുണ്ടെങ്കിൽ അത്തരം ആസ്തികളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ് ആർ കോൾഡ് ഫിക്ടീഷ്യസ് അസറ്റ്. യഥാർത്ഥത്തിൽ ഫിക്ടീഷ്യസ് അസറ്റിന് യാതൊരുവിധ വാല്യൂ ഇല്ല. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ, ടെക്നിക്കൽ റീസൺസ് കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അസറ്റല്ല, ഇതിനൊരു വാല്യൂ ഇല്ല. എന്നിരുന്നാൽ പോലും ഇതിനെ ചില ടെക്നിക്കൽ റീസൺസ് കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ, ഫിക്ടീഷ്യസ് അസറ്റിനെ ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ദെൻ രണ്ടാമത്തേത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫിക്ടീഷ്യസ് അസറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ടെക്നിക്കൽ റീസൺ കൊണ്ടാണ് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റുകളൊക്കെ, ഈ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കമ്പനിയാണ് പുതുതായിട്ട് ഈ വർഷം തുടങ്ങാൻ പോകുന്ന ഒരു കമ്പനിയുടെ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ പ്രോഫിറ്റ്, അതായത് ഇൻകം, സെയിൽസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ആ ഫസ്റ്റ് റെഡ് ലെറ്ററിൽ കൊടുത്ത് 12,000 രൂപയാണ്. ദെൻ ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. പ്രിലിമിനറി എക്സ്പെൻസ്, അതായത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വർഷം ചിലവായത്, ഈ വർഷമാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്, അപ്പോൾ അതിനു വേണ്ടി ചിലവായ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 12,000 രൂപ സെയിൽ നടന്നിട്ടുണ്ട്, 5,000 എക്സ്പെൻസ് ഉണ്ട്, 10,000 രൂപ പ്രിലിമിനറി എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 12,000 രൂപ വരുമാനം വന്നപ്പോൾ 15,000 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. സോ 3,000 രൂപ ലോസാണ്. കമ്പനിയുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ലോസിലേക്കാണ് പോകുന്നത്. 3,000 രൂപ ലോസാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം 12,000 രൂപ തന്നെയാണ്, എക്സ്പെൻസ് 5,000 രൂപയാണ്. എന്നാൽ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസിനെ മുഴുവനായിട്ടും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. 10,000 രൂപ തന്നെയാണ് ഈ എക്സാമ്പിളിലും പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ 2,000 രൂപ, അതിലെ ഒരു പോർഷൻ 2,000 രൂപ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ 12,000 രൂപ തന്നെയാണ് ഇൻകം വരുന്നത്, 5,000 രൂപ എക്സ്പെൻസ് വരുന്നു, 2,000 രൂപ പ്രിലിമിനറി എക്സ്പെൻസ് മാത്രമേ നമ്മൾ ഈ വർഷം എക്സ്പെൻസിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ്, അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് 5,000 രൂപ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ഈ 10,000 പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് എഴുതിയപ്പോൾ നമ്മൾ ലോസിലേക്കായിരുന്നു പോയിരുന്നത്. അത് നമ്മൾ തൽക്കാലം
എന്ത് ചെയ്യുന്നു, ഇവിടെ 10,000 രൂപ പ്രിലിമിനറി എക്സ്പെൻസ് രണ്ടാമത്തെ കേസിലും വരുന്നുണ്ട്. എന്നാലും 2,000 രൂപ മാത്രം എക്സ്പെൻസ് ആയിട്ട് എടുക്കുകയും ബാക്കി 8,000 രൂപ 8,000 റുപ്പീസ് നമ്മൾ അസറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് കാണിക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ഇയറിൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ 2,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്നു. മൂന്നാമത്തെ ഇയറിലും 2,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്നു. നാലാമത്തെ ഇയറിലും 5ാമത്തെ ഇയറിലും റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫിക്റ്റീഷ്യസ് അസറ്റ് ബാലൻസ് ഷീറ്റിൽ നിന്നും റിമൂവ് ആയി പോകും. അങ്ങനെ ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ ഓരോ ഇയറിലേക്ക്, അത് മുഴുവനായിട്ടും ഫസ്റ്റ് ഇയറിൽ എഴുതാതെ ഓരോ വർഷത്തേക്കും അത് അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ റീസൺ, അപ്പോൾ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടില്ല, അതിനെ ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ലോസ് ആയിട്ട് വരുന്ന ഒരവസ്ഥ നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ടു. എന്നാൽ അതിനെ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് കണ്ടിട്ട് ഒരു ചെറിയ പോർഷൻ മാത്രം ഓരോ വർഷത്തിലും റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വർഷവും പ്രോഫിറ്റിലേക്ക് എത്തുന്ന ഒരവസ്ഥയും കാണാൻ പറ്റും. അടുത്ത ഭാഗമാണ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് 4 ടൈപ്പ്: ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ്, അതേപോലെ ഫിക്റ്റീഷ്യസ്. ഇനി ലാബിലിറ്റി നമുക്ക് 2 ടൈപ്പാണുള്ളത്: ലോങ് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് ലാബിലിറ്റി, ദെൻ ഷോർട്ട് ടേം ലാബിലിറ്റീസ്, അതല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയും. ഒന്ന് ലോങ് ടേം ലാബിലിറ്റീസ് ആണ്. ഓക്കെ, ബാധ്യത, അതായത് ലോങ് ടേം ബാധ്യതകൾ എന്ന് പറയുന്നത് ലോങ് ടേമിൽ, അതായത് ഒരു വർഷത്തിന് ശേഷം, അതായത് മിനിമം എന്ത് ചെയ്യുന്നു, മോർ ദാൻ എ ഇയർ, ഓക്കെ, ഒരു വർഷത്തിന് ശേഷം കൊടുത്ത് വീട്ടേണ്ട ബാധ്യതകളെയാണ് ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ബാധ്യതകളുണ്ട്, അത് ഒരു വർഷത്തിന് ശേഷം, മിനിമം ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ബാധ്യതകളെ നമ്മൾക്ക് ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾസാണ് ലോങ് ടേം ലോൺസ്, അതേപോലെ ഡിബഞ്ചേഴ്സ്, കടപ്പത്രം. ദെൻ രണ്ടാമത്തേതാണ് ഷോർട്ട് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത് ദീർഘകാലം കൊണ്ട് കൊടുത്തു വീട്ടേണ്ട ബാധ്യതകളാണ്. എന്നാൽ നിയർ ഫ്യൂച്ചറിൽ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 ഇയറിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് ഷോർട്ട് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഒന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ്. അത് നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ നിന്ന് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ്, അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ പിൻവലിക്കാനുള്ള അവസരം ബാങ്കുകൾ തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ 1 ഇയറിനുള്ളിൽ കൊടുത്ത് തീർക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ അത് 1 ഇയർ വരെ സമയമല്ല, അതുകൊണ്ട് അത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. അതേപോലെ ഷോർട്ട് ടേം ലോൺസ്, ഓക്കെ, ഒരു വർഷത്തിനുള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ലോണുകൾ ഉണ്ടെങ്കിൽ അതും കറണ്ട് ലാബിലിറ്റീസിൽ പെട്ടതാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണ്. എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, അതായത് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാസത്തിൻ്റെ എൻഡിൽ നമുക്ക് സാലറി കൊടുക്കാനാവുന്നുണ്ട്, സാലറി ഡ്യൂ ആവുന്നുണ്ട്, പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ഡ്യൂ ആയി ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ അതുവരെ അതൊരു എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അത് കമ്പനിക്കൊരു ബാധ്യതയാണ്. പിന്നെ ആ എംപ്ലോയിക്ക് സാലറി കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിയുടെ ബാധ്യതയിൽപ്പെട്ടാണ് കൊടുക്കാനുള്ളൊരു എമൗണ്ടാണ്. സോ അത്തരത്തിലുള്ള ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഡ്യൂ ആയിട്ട് സമയമായിട്ടും കൊടുക്കാത്ത എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും കറണ്ട് ലാബിലിറ്റീസിൽ പെട്ടതാണ്. വിത്തിൻ 1 ഇയറിൽ അത് പേ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ, 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ കറണ്ട് ലാബിലിറ്റി എന്നും, ദീർഘകാലം കൊണ്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ ലോങ് ടേം ലാബിലിറ്റി എന്നും പറയും. ഓക്കെ, താങ്ക് യു.